പണിന്ന് തീരും മക്കളെ. തീരും മാമി. നമുക്കിനി ഒരു ടാപ്പ് വയ്ക്കാനും ഒരു മോട്ടർ വയ്ക്കാനല്ലോ ഉള്ളു. തീരും. മക്കൾ കുറച്ച് ചോറും കൂടെ ഇട്ടാ. ഓ ചോറ് മതി, ചോറ് മതി, ചോറ് മതി. ഇത് തന്നെ ധാരാളം. കുറെ നാളെ എരുട്ടി കഴിച്ചിട്ട്. നിന്റെ അമ്മയും ഞാനും കൂടെ ഒത്തു പഠിച്ചതാണ്. ഇപ്പൊ ഷീജയ്ക്ക് എങ്ങനെയുണ്ട് മക്കളെ? അമ്മ എന്റെ പറഞ്ഞിട്ടുണ്ട്, മാമി അമ്മ ഒരുമിച്ചാണ് പഠിച്ചതെന്ന്. പഴയ കണക്ക് തന്നെ അമ്മ കിടപ്പാണ്. ഇപ്പം ആഴ്ചയിൽ ചില ഡയാലിസിസ് ഉള്ളതുകൊണ്ട്. എനിക്ക് ഇവിടെ കാണണമെന്നുണ്ടോ മക്കളെ? ഈ ഒരു അവസ്ഥയിൽ കാണാൻ വരാൻ വയ്യാത്തതാണ് വരാത്തത്. വീട്ടിലെ കാര്യമൊക്കെ നോക്കണത്. കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ തന്നെ. കുളിപ്പിക്കണതും ബാത്റൂമിൽ കൊണ്ടുപോകണതും ചോറ് വയ്ക്കണതും എല്ലാം ഞാൻ തന്നെ. അമ്മയ്ക്ക് ഏരി പറ്റൂലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കഞ്ഞിയാണ്. രാത്രി ആകുമ്പോൾ ഒരു അമ്മൂമ്മ കിടക്കാൻ വരും. ഞാൻ ഇപ്പം രാത്രി പമ്പിൽ പോകും നിൽക്കാൻ. അപ്പം അമ്മൂമ്മ കിടക്കാൻ വരും. പിന്നെ രാവിലെ ആയിട്ട് പത്രം ഇടാൻ പോകും. പിന്നെ ഈ പണിക്കൊക്കെ പോകും. ആഴ്ചയിൽ നല്ല പൈസ വേണം, മരുന്ന് മേടിക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ. ഒരു അനിയത്തിയാണ്ടല്ലേ മക്കളെ? അവൾ വരൂല. അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളിങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അനിയത്തിന്ന് മാത്രമുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ അമ്മയെ നോക്കും.